Students. Welcome back to another topic of Plus 2 Political Science, Chapter 2, that is Congress as a Social and Ideological Coalition. അതായത് കോൺഗ്രസ് ഒരു സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ കൂട്ടായ്മ എന്ന നിലയിൽ എന്ന ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. We have already studied the history of how Congress evolved from its origins in 1885 as a pressure group for the newly educated, professional and commercial classes to a mass movement in the 20th century. This laid the basis for its eventual transformation into a mass political party and its subsequent domination of the political system. Thus, the Congress began as a party dominated by the English speaking, upper caste, upper middle class, and urban elite. But with every civil disobedience movement, it launched its social base widened. It brought together diverse groups whose interests were often contradictory. അതായത് 1985 കോൺഗ്രസ് പാർട്ടി രൂപീകൃതമാകുന്നത്. വിദ്യാഭ്യാസം നേടിയവരുടെയും പ്രൊഫഷണൽസിൻ്റെയും കച്ചവടക്കാരുടെയും ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന രീതിയിലാണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഒരു ബഹുജന പ്രസ്ഥാനമായി കോൺഗ്രസ് വളർന്നു വന്നു. പിൽക്കാലത്ത് ഒരു ബഹുജന പാർട്ടിയായി മാറുന്നതിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിനും കോൺഗ്രസിന് ഇത് സഹായകമായി. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഉന്നത ജാതിക്കാരും ഇടത്തരക്കാരും നഗരവാസികളുമായ വരേണ്യവർഗം മേധാവിത്വം പുലർത്തുന്ന ഒരു പാർട്ടിയായാണ് കോൺഗ്രസിൻ്റെ തുടക്കം. എന്നാൽ ഗാന്ധിജിയുടെ ആഗമനത്തോടെ കോൺഗ്രസിൻ്റെ വർഗ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നിസ്സഹകരണ സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ സാമൂഹിക അടിത്തറയെ വിപുലപ്പെടുത്തുകയുണ്ടായി. വിരുദ്ധ താൽപ്പര്യങ്ങളുള്ള വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ അത് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ഒരുമിച്ച് നിർത്തുകയും ചെയ്തു. Peasants and industrialists, urban dwellers and villagers, workers and owners, middle, lower and upper classes and caste all found space in the Congress. Gradually, its leadership also expanded beyond the upper class and upper class professionals to agriculture-based leaders with a rural orientation. By the time of independence, the Congress was transformed into a rainbow-like social coalition broadly representing India's diversity in terms of classes and caste, religious and languages, and various interests. അതായത് ഭിന്നമായ താല്പര്യങ്ങളുള്ള, അതായത് വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുള്ള കർഷകരും വ്യവസായികളും നഗരവാസികളും ഗ്രാമീണരും തൊഴിലാളികളും തൊഴിലുടമസ്ഥരും കീഴ്ജാതിക്കാരും ഉന്നത ജാതിക്കാരും അങ്ങനെയുള്ള എല്ലാ വർഗ വർണ്ണ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് കോൺഗ്രസ്സിൽ സ്ഥാനമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മാറ്റങ്ങളുണ്ടായി. ഉന്നത ജാതിക്കാരും ഉപരിവർഗ പ്രൊഫഷണലുകളും അടക്കി വാണിരുന്ന കോൺഗ്രസ്സിലേക്ക് കാർഷിക അടിത്തറയും ഗ്രാമീണ കാഴ്ചപ്പാടുമുള്ള നേതാക്കന്മാരെ
കടന്നു വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഇന്ത്യയിലെ വിവിധ വർഗങ്ങളെയും മതങ്ങളെയും ജാതികളെയും ഭാഷകളെയും താൽപ്പര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹിക കൂട്ടായ്മയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരുന്നു. ഒരു മഴവില്ല് എല്ലാ നിറങ്ങളെയും ഉൾക്കൊണ്ട് മനോഹാരിതയിൽ എത്തിച്ചേരുന്നത് പോലെ തന്നെ വ്യത്യസ്തങ്ങളായ എല്ലാ കാഴ്ചപ്പാടുകളോടും കൂടിയ പല സ്വഭാവമുള്ള വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മഴവില്ല് പോലെ മനോഹാരിതയിൽ നിലകൊണ്ടു. We are discussing about why the Congress party is considered as a social and ideological coalition. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ ഒരു സാമൂഹിക കൂട്ടായ്മയായി അല്ലെങ്കിൽ ഒരു പ്രത്യയ ശാസ്ത്ര കൂട്ടായ്മയായി കണക്കാക്കുന്നത്? ആ കാരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. Many groups merged their identity within the Congress. Very often, they did not and continued to exist within the Congress as a groups and individuals holding different beliefs. In this sense, the Congress was an ideological coalition as well. അതായത് വ്യത്യസ്ത പ്രത്യയ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന പല വിഭാഗങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരിൽ പലരും അവരുടെ ഐഡൻറ്റിറ്റിയെ അവരുടെ സത്വത്തെ കോൺഗ്രസ്സിലെ ലയിപ്പിച്ചു. അതേസമയം സ്വന്തം സത്വം ഐഡൻറ്റിറ്റി ഉപേക്ഷിക്കുവാൻ ചില വിഭാഗങ്ങൾ ചില വ്യക്തികൾ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവർ കോൺഗ്രസിൽ നിലകൊണ്ടു. ഈ അർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പ്രത്യയ ശാസ്ത്രപരമായ കൂട്ടായ്മയായിരുന്നു. ഇറ്റ് അക്കോമഡേറ്റഡ് ദ റെവല്യൂഷണറി ആൻഡ് പസിഫിസ്റ്റ്, കൺസർവേറ്റീവ് ആൻഡ് റാഡിക്കൽ, എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്, ആൻഡ് ദ റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് ഓൾ ഷെയ്ഡ്സ് ഓഫ് ദി സെൻറ്റർ. പ്രത്യയശാസ്ത്രപരമായ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കോൺഗ്രസ് എല്ലാ ചിന്താഗതിക്കാരെയും ഉൾക്കൊണ്ടു. വിപ്ലവകാരികളെയും സമാധാനവാദികളെയും തീവ്രവാദികളെയും മിതവാദികളെയും ഇടതുപക്ഷക്കാരെയും വലതുപക്ഷക്കാരെയും അതുപോലെ തന്നെ പരമ്പരാഗത ചിന്താഗതിക്കാരെയും എല്ലാം ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കോൺഗ്രസ്സിന് സാധിച്ചു. The Congress was a platform for numerous groups, interests, and even political parties to take part in the national movement. അതായത് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾക്ക്, വ്യത്യസ്തങ്ങളായ ചിന്താഗതിയിൽ വിശ്വസിക്കുന്നവർക്ക്, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാകുവാനുള്ള ഒരു വലിയ അവസരമാണ് കോൺഗ്രസ് ഓരോ വിഭാഗങ്ങൾക്കും ഒരുക്കിക്കൊടുത്തത്. Here we have to discuss about another feature or the characteristics of Congress party. That is about the inclusion of other political parties to the Congress. Means in pre-independence days, many organizations and parties with their own constitution and organizational structure were allotted to exist within the Congress. Some of these
like the Congress Socialist Party, later separated from the Congress and became opposition parties. Despite differences regarding the methods, specific programs, and policies, the party managed to contain, if not resolve, differences and built a consensus. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പല രാഷ്ട്രീയ കക്ഷികളുടെയും ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് അനുവദിച്ചിരുന്നില്ല, അവയെ നിരോധിച്ചിരുന്നു. അതിനാൽ കോൺഗ്രസിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ പല ഗ്രൂപ്പുകൾക്കും തൽപര വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു വേദിയായി മാറി കോൺഗ്രസ്. ഈ കാര്യം നമ്മൾ തൊട്ട് മുമ്പത്തെ ഭാഗത്തിൽ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് സ്വതന്ത്രമായ ഭരണഘടനയും സംഘടനാ സംവിധാനവുമുള്ള രാഷ്ട്രീയ കക്ഷികളെ പോലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അനുവദിച്ചിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ് പ്രതിപക്ഷ പാർട്ടികളായി തീർന്നു. ഉദാഹരണത്തിന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രവർത്തന രീതി, പരിപാടികൾ, നയങ്ങൾ എന്നിവയിൽ ഈ പാർട്ടികളുമായി ഭിന്നതയുണ്ടായിരുന്നുവെങ്കിലും ഐക്യമുള്ള ഒരു അഭിപ്രായം പടുത്തുയർത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. പ്രിയ കുട്ടികളെ, ഒരു സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു കോയിലേഷൻ എന്ന നിലയിൽ, കൂട്ടായ്മ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോയത് എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തത്. എല്ലാ വിഭാഗക്കാരെയും, എല്ലാ വർഗക്കാരെയും, എല്ലാ ഭാഷക്കാരെയും, എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാരെയും ഉൾക്കൊള്ളുവാൻ തയ്യാറായതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ രീതിയിൽ മുമ്പോട്ട് ഒരു കോയിലേഷനായി മാറിയത്, ഒരു കൂട്ടായ്മയായി മാറിയത് എന്ന് നമ്മളിവിടെ കാണുന്നു. വീണ്ടും പുതിയ ഒരു പാഠഭാഗവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു.